ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം എന്താണ്? തുടക്കത്തിലൊക്കെ എന്തായിരുന്നു അവസ്ഥ? ഹാൻസ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത് ഈ സംഭവം നടന്ന ശേഷം അവിടെ ആദ്യമെത്തിയ RDO ന്യൂസ് മലയാളത്തിന് അല്പസമയം മുമ്പ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഡ്രൈവർ അപകടത്തിന് ശേഷം മിസ്സിംഗ് ആണ്. അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക് ഡ്രൈവർ അവിടെ നിന്ന് മാറി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു സംശയമാണ് RDO അല്പസമയം മുമ്പ് നമ്മൾ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത്രമേൽ ഗുരുതരമായ, പ്രത്യേകിച്ച് 49 പേരടങ്ങുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഒരു യാത്ര പോകുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ സംവിധാനങ്ങളും പാലിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അപകടത്തിന് അങ്ങനെയാണെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തിയതാണെന്ന് പറയേണ്ടി വരും. ഒരു മൂന്നാറിലേക്ക് പോകുന്ന ഒരു വലിയ ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തെ കൊണ്ടുപോകുന്ന ബസ്സിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ള സംശയം RDO പറയുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് അടുത്തിടെ വലിയ രീതിയിലുള്ള വാഹനാപകടങ്ങൾ സംഭവിക്കുകയും മരണങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നിരന്തരം വരുന്നത്. ഇന്നലെയും 2 പേർ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇവിടെ പോലീസിൻ്റെ സംവിധാനങ്ങളും പരിശോധനാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ മദ്യപിച്ചുകൊണ്ട് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു, ആ വണ്ടി അപകടത്തിൽപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായ വിഷയമായി വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. ഏതായിരുന്നാലും ഇപ്പോൾ നിലവിൽ ഏകദേശം 28ഓളം പേരാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 10ഓളം പേർ SIT ആശുപത്രിയിലുമുണ്ട്. മറ്റുള്ളവർ തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. ഇതിൽ ഒരാളുടെയും മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ RDO പറഞ്ഞ സംശയം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ വിഷയത്തിലാണ്. അത് ഭരണകൂടം, പോലീസ് ആയിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഈ ഒരു അപകടത്തിന് ഡ്രൈവർ മദ്യപിച്ചതാണ് കാരണമെങ്കിൽ അങ്ങേയറ്റത്തെ എല്ലാ ശിക്ഷാ നടപടികളും ആ ഡ്രൈവർക്കെതിരെ ഉണ്ടാകണം. കാരണം അപകടം നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഡ്രൈവർ അവിടെ നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഡ്രൈവർ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ മന്ത്രി GR അനിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവർ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. ഈ ഡ്രൈവർ എവിടെയെന്ന് കണ്ടെത്തുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാൻസ്.